നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇഞ്ചി മിഠായിയാണ്. ഇഞ്ചി മിഠായി മാത്രമല്ല, ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കുന്ന സ്ക്വാഷും ഉണ്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പോൾ ഇഞ്ചി മിഠായി നമുക്ക് രണ്ടു തരത്തിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് നാടൻ രീതിയിലുള്ള ഇഞ്ചി മിഠായി അല്ല, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തുള്ള ഇഞ്ചി മിഠായി അല്ല. ഇത് കാൻഡിഡ് ജിഞ്ചർ ആണ്. ഇഞ്ചി അരയ്ക്കാണ്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇഞ്ചി മിഠായി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പി അല്ലേ അത്? അപ്പോൾ ഈ റെസിപ്പി ആക്ച്വലി ജാന്റെ ഫ്രണ്ട് രാകേഷ് അയ്യർ ഉണ്ട് അബുദാബിയിലുള്ള. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു 4-5 വർഷം മുൻപ് ഒരു സ്റ്റോൾ ഇട്ടുണ്ടായിരുന്നു, ഫുഡ് സ്റ്റോള്. അപ്പോൾ നമ്മുടെ റെസിപ്പി നോക്കി ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രാകേഷ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണാജി ധൈര്യമായിട്ട് ഇട്ടോളൂ എന്ന്. അപ്പോൾ ആ ധൈര്യത്തിന് പുറത്താണ് കേട്ടോ രാകേഷ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഇഞ്ചി മിഠായി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. അപ്പൊ അതുവരെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഒട്ടും വയ്യാണ് നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി മിഠായും ഇഞ്ചി സ്ക്വാഷും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇഞ്ചി മിഠായി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി അതിനുശേഷം മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം അതിനുവേണ്ടി ഞാൻ ഇതിനെ ഇഞ്ചിയുടെ ഒക്കെ തൊലി കളയട്ടെ കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ തൊലി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കളയാം, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കളയാം, അതല്ല എന്നുണ്ടെങ്കിൽ പീലർ ഉപയോഗിച്ച് കളയാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യുക. എനിക്ക് എപ്പോഴും കത്തി തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് തൊലി കളയുന്നത്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഇഞ്ചി ഞാൻ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 500 ഗ്രാം ആയിരുന്നില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 1/2 കിലോ ഇഞ്ചി ആയിരുന്നു എടുത്തിരുന്നത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കേടായ ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റിയപ്പോൾ ഇത് 400 ഗ്രാമേ ഉള്ളൂ. അപ്പം 400 ഗ്രാമിന്റെ കണക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് കണക്കൊന്നും പറയാനില്ല, ഞാനത് പതിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമുക്കിനി കഷ്ണങ്ങളാക്കി മുറിക്കണം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിക്കാം. ഇതിൽ വേണമെങ്കിലും ചതുരത്തിൽ വേണമെങ്കിലും ഓവൽ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. അതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുറിക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് മുറിക്കാൻ പാടില്ല, കുറച്ച് തിക്നെസ് വേണം. എന്നാൽ മാത്രം നമ്മൾ ഇഞ്ചി മിഠായി കഴിക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് പഞ്ചസാര മാത്രമായിട്ട് മാറും. അപ്പോൾ ഞാൻ തിക്നെസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു തിക്നെസ് കേട്ടോ, ഈ ഒരു തിക്നെസ് എങ്കിലും മിനിമം വേണം, എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് നമ്മുടെ ഇഞ്ചി മിഠായിക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കംപ്ലീറ്റ് ഇഞ്ചിയും അങ്ങ് മുറിച്ചെടുക്കാം. ടെൻഡർ ആയിട്ടുള്ള ഇഞ്ചി വാങ്ങിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് ഒരുപാട് ഫൈബ്രസ് അല്ലാതെ ഒരുപാട് നാരുള്ള ഇഞ്ചി നമുക്ക് ഇതിന് നന്നായിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ മിഠായി കഴിക്കുമ്പോൾ വായിലിങ്ങനെ നാര് തടയാൻ തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഇപ്പോഴത്തെ ഇവിടെ കിട്ടുന്ന ചൈനീസ് ഇഞ്ചിയൊക്കെ എല്ലാം ടെൻഡർ തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഫൈബ്രസ് ആകുമ്പോണ്ടല്ലോ ഒരുപാട് നാര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ ഞാനിപ്പോ ഇഞ്ചിയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് ഇങ്ങനെ വട്ടത്തിലാണ് മുറിച്ച് പോരുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കഷ്ണം ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരു കാൻഡി ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് കാണാറില്ലേ, അത് പല ഷേപ്പിൽ നിങ്ങൾ കാണാറുണ്ടാവും. അപ്പൊ അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി തിരഞ്ഞെടുക്കുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇഞ്ചി മുറിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഇഞ്ചി ഞാൻ പല ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ ഇട്ടതിന് ശേഷം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ 400 ഗ്രാം ഇപ്പൊ ഇഞ്ചിയിൽ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമുക്ക് 20 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇഞ്ചി മിഠായിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. പിന്നെ നിങ്ങൾ വെള്ളം കളയണ്ട, ആ വെള്ളം നമുക്ക് എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. നല്ല വെള്ളം വേണേ, കുടിക്കുന്ന വെള്ളം വേണം, അല്ലാതെ ടാപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വെള്ളം എടുത്ത് വെക്കേണ്ട എന്നുണ്ടെങ്കിൽ സാധാരണ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ഇതിപ്പോ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കങ്ങ് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തു കേട്ടാ. മതി ഇത്. ഇതാ ഞാനിപ്പോ ഇതൊരു അരിപ്പയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി. ആ വെള്ളം ഞാൻ കളയില്ല, ആ വെള്ളം ഞാൻ എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കും. നമുക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചുമയുടെ ഒക്കെ ഒരു ലേഹ്യം ഉണ്ടാക്കില്ലേ നമ്മൾ, അതിന് വേണ്ടി ഏറ്റവും ഗുണമുള്ള വെള്ളമാണ്. അതുകൊണ്ട് ആ ഇഞ്ചിയുടെ വെള്ളം കളയാതിരിക്കണം ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയാന്ന് അളക്കണം. ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ കപ്പിന്റെ സെയിം അളവ് ഷുഗർ എടുക്കാം. ഇപ്പൊ ഞാനൊരു കപ്പിൽ അളക്കട്ടെ, അതിനുശേഷം അതിനേക്കാളും കുറച്ചും കൂടെ ഒരു 1/4 കപ്പ് കൂടുതൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണം നമുക്ക് ഇതിലോട്ട്. ഞാനിപ്പോ ഈ ഒരു കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ കപ്പില്
മുക്കാൽ കപ്പ് ഉണ്ട് നമുക്ക് ഇഞ്ചി. ഓക്കെ, അപ്പോൾ ഈ മുക്കാൽ കപ്പ് ഇഞ്ചിക്ക് ഈ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യണം. 1:1 അല്ല, 1:1 പ്ലസ് 1/4 കപ്പ് പഞ്ചസാര ഏത് കപ്പിലാണെങ്കിലും കേട്ടോ. അപ്പോൾ നമുക്കിനി ആ ഇഞ്ചിയുടെ വെള്ളം മാറ്റിയതിന് ശേഷം ഷുഗർ ഇട്ട് കൊടുക്കണം. അതിലോട്ട് ഒരു കടായിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് വെയിറ്റ് നോക്കിയപ്പോൾ 750 ഗ്രാം ഉണ്ട് പഞ്ചസാരയുടെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 400 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ 240 ml കപ്പിൽ 1 കപ്പ് വെള്ളം കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അലിയട്ടെ. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഞ്ചി മിഠായി എന്ന് പറയുമ്പോൾ നമുക്ക് അരച്ച് ചേർത്തിട്ട് ശരിക്കും ഒരു ബർഫി പോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അരച്ച് പഞ്ചസാരയും ഇതെല്ലാം കൂടി അങ്ങ് എടുത്ത് ഹൽവ പോലെ അങ്ങ് വെരുകി എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ആ ഇഞ്ചി മിഠായി. പക്ഷെ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടം ഇതുപോലെ കാൻഡിഡ് ജിഞ്ചർ ആണ്. കുറച്ചും കൂടെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും എനിക്കിതാണ് ഇഷ്ടം. പക്ഷെ അതൊരിക്കലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ. വളരെ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1/4 കിലോ എടുക്കാം. 1/4 കിലോ എടുത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ ഹാഫായിട്ട് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 30 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ ഇതിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോഴാണ് ഇഞ്ചിയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഷുഗർ സിറപ്പ് അങ്ങോട്ട് അബ്സോർബ് ആവുള്ളൂ. അതാണ് ഇതിൻ്റെ ടൈം എടുക്കും, പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതാണ്. നിങ്ങൾക്ക് ഇതെപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി ഫ്രീ ടൈമിലൊക്കെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹെവി ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചി മിഠായി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് വയറിൻ്റെ അപ്സെറ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. സമയം നോക്കിക്കോ, 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ലെമൻ്റെ ഫ്ലേവർ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുത്തോളൂ. മാത്രമല്ല ഇത് ക്രിസ്റ്റലൈസ് ആവില്ല ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ഈ ഷുഗർ സിറപ്പ് നമ്മൾ എടുത്ത് വെക്കണം. സ്ക്വാഷാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്ക്വാഷ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് 2 ഡിഷ് കിട്ടി കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ നമുക്കിത് 30 മുതൽ 40 മിനിറ്റാണ് സമയം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഓരോരുത്തരുടെ കയ്യിലുള്ള ഇഞ്ചി അനുസരിച്ച് അതിൽ മാറ്റം വരും. ഇഞ്ചി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ട്രാൻസ്ലൂസൻ്റ് ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ, ഏത് സമയത്താണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി എനിക്ക് ആവാനുണ്ട്. പിന്നെ ഇത് അടച്ചു വെക്കാൻ പാടില്ല. നമ്മൾ ആദ്യം മാത്രം അടച്ചു വെച്ചിട്ടാണ് 20 മിനിറ്റ് വേവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ തുറന്നു വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇഞ്ചി നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്കങ്ങ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പത വരുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ മോളിക്ക് എടുക്കുക ഒരെണ്ണം. എന്നിട്ട് ഒരെണ്ണം എടുത്തതിന് ശേഷം ഒന്ന് കടിച്ച് നോക്കുക. കടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈം സൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഇഞ്ചിയുടെ ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടാണ്, പെട്ടെന്ന് വായ പൊള്ളും. പ്രത്യേകിച്ച് സൂക്ഷിക്കുക, കാരണം ഷുഗർ സിറപ്പിൽ കിടക്കുമ്പോൾ ചൂടാറാൻ ഇച്ചിരി സമയം പിടിക്കും. ഒന്നുകൂടെ ആവാനുണ്ട്. ആഹാ, എന്താ ടേസ്റ്റ്. നമ്മൾ ആദ്യം കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? 20 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് ഇഞ്ചിയുടെ ഭയങ്കര കുത്ത്, അതായത് ഭയങ്കര എരിവ് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ആദ്യം കുക്ക് ചെയ്ത് അങ്ങ് വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇടുന്നത്. ഇതിൽ കുറച്ച് നേരം ഇരുന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് ഷുഗർ സിറപ്പ് ഇഞ്ചിയിലോട്ട് അങ്ങ് അബ്സോർബ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ ഇത്ര നേരം ഇടുന്നതെന്ന്. കാരണം ഓരോ റെസിപ്പിക്ക് അതിൻ്റെതായ സമയമുണ്ട് അല്ലേ. റെസിപ്പി വൈസ് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, ടൈം മാത്രം കുറച്ച് പോവുള്ളൂ. പക്ഷേ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ബാക്കിയുള്ള പല ജോലികളും ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കും, പാകമായോ എന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇടുന്നത് കറക്റ്റ് റെഡി ആയിക്കോളും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, കളറൊക്കെ നോക്കിയാൽ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി. ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 40 മിനിറ്റ് മതി. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലേക്കും ട്രാൻസ്ലൂസൻറ്റ് പോലെ ആയിട്ടുണ്ട്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ഇഞ്ചിയിലേക്കും ആ ഷുഗർ സിറപ്പൊക്കെ നന്നായി അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും എടുക്കാം. അതിന് ശേഷം ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ എന്താണെന്ന് വെച്ചാൽ ബട്ടർ പേപ്പർ എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക്
കുറച്ച് പഞ്ചസാര എടുത്തതിന് ശേഷം പഞ്ചസാരയിൽ റോൾ ചെയ്യാം. പഞ്ചസാരയിൽ റോൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. പക്ഷെ അതാണ് അതിന്റെ രീതി. ചില ആൾക്കാർക്ക് പഞ്ചസാര അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്തിട്ട് അങ്ങ് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേൻ നിലാവ് ചെയ്ത പോലെ തന്നെ പഞ്ചസാര റോൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതൊരു കാണാനും ഭംഗി ഉണ്ടാവും, കഴിക്കാനും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്ലേറ്റ് എടുക്കുക, പ്ലേറ്റിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനവിടെ മുറത്തിൽ ഒരു പാർച്ച്മെന്റ് പേപ്പർ എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി കോരി വെച്ച് കൊടുക്കാം. അപ്പോൾ സൈസൊക്കെ നന്നായിട്ട് ചെറുതായിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇതിൽ നിന്ന് പറക്കി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഈ ഷുഗർ സിറപ്പിൽ നിന്ന് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജിഞ്ചർ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് അങ്ങ് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഞാനിതിപ്പോൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ജിഞ്ചർ ഷുഗറിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓരോ ഇഞ്ചി എടുത്ത് കണ്ടങ്ങ് ഇതിൽ റോൾ ചെയ്യുക. ചൂടോടുകൂടി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു വേറൊരു പാർച്ച്മെന്റ് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. നേരെ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് ഷുഗറിലോട്ട് ഇട്ടാലും മതിയാവും കേട്ടോ. അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയ്താലും മതി കേട്ടോ. അതാണ് എളുപ്പം എനിക്ക് തോന്നുന്നത്. ഓരോന്ന് ഇടുന്നേക്കാളും നല്ലത് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് ചെയ്യാണ്. പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ജോലി കഴിയും. ഓരോന്നായിട്ട് ഇടുമ്പോണ്ടല്ലോ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഷുഗറിൽ വരുമ്പോൾ തന്നെ അങ്ങ് സെപ്പറേറ്റ് ആയിക്കോളൂ കേട്ടോ. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഷുഗറിൽ നിന്ന് നമ്മളെടുത്ത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് വെച്ചാൽ മതി. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് വെട്ടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജിഞ്ചർ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പാക്കറ്റിന് ഭയങ്കര പൈസയാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിക്കാണ്ട് പോകുന്നു. വീട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ചീപ്പായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇഞ്ചി മുട്ടായി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ പാർച്ച്മെന്റ് പേപ്പറിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെക്കാണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പണി ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഡ്രൈ ആയി കിട്ടും. അതിപ്പോൾ തന്നെ ഓൾറെഡി ഡ്രൈ ആണ്. എന്നാലും 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരുപാട് ചെറുപ്പുള്ള കുപ്പിയിലങ്ങി ഇട്ടിട്ട് വെച്ചാൽ മതി. പുറത്ത് വെച്ചാലും കേടാവില്ല. അത് അധികം ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചിലവാകുന്നതാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പുറത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ നമ്മളിത് ടേസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം കഴിക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്, വിഷമില്ലാണ്ട്, ഒരുപാട് പൈസ ചിലവൊന്നുള്ള ടെൻഷനൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നൊരു നമ്മുടെ നാടൻ സ്വന്തം ഇഞ്ചി മുട്ടായി. അത് ഈ ഒരു വെർഷൻ. അടുത്ത വെർഷൻ ഞാൻ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതെന്തായാലും ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കട്ടെ. ആ ലെമൻ്റെ ഫ്ലേവറും കൂടെ വന്നപ്പം കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെമൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. അടിപൊളിയായിട്ടുണ്ട്. ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല. അങ്ങനെയുണ്ട് നമ്മുടെ ഇഞ്ചി മിഠായി. ഞാനിവിടെ ബാൽക്കണിയിലേക്ക് എടുത്തു കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അടുക്കളയത്തെ ലൈറ്റിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇഞ്ചി മിഠായി എടുത്ത് ഇങ്ങനെ മുട്ടായി പോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിംഗ് റാപ്പ് എടുക്കുക. അതിലോട്ട് മിഠായി വെച്ചതിന് ശേഷം നമുക്ക് അങ്ങ് 2 സൈഡിലങ്ങ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മിഠായി ലുക്കായി. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് കൊടുത്താലും മതി. പിന്നെ ഇത് നമ്മുടെ ജിഞ്ചർ സ്ക്വാഷ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ ആദ്യം മാറ്റി വെച്ചിരുന്ന വെള്ളമില്ലേ, നമ്മുടെ ഇഞ്ചി വേവിച്ച വെള്ളം, അതും ഞാൻ ഈ സിറപ്പിലോട്ട് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ടേക്കുന്നതാണ്. തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതേപോലത്തെ ഒരു കുപ്പിയും കൂടെ ബാക്കിയുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് 1/4 ഗ്ലാസ് സ്ക്വാഷ് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യം തണുത്ത വെള്ളമോ ഐസോ എന്താണെന്ന് വെച്ചിട്ടിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ലെമൺ ജിഞ്ചർ സ്ക്വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. എന്തായാലും നിങ്ങൾ എനിക്ക് പ്രോമിസ് തരണം ട്രൈ ചെയ്ത് നോക്കുന്നുള്ള കാര്യം. കാരണം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറയും ഇത്ര സിമ്പിൾ ആയിരുന്നു ചേച്ചി എന്ന് പറയാൻ എൻ്റെ അടുത്ത്. അതെനിക്ക് ഉറപ്പാണ്. ഇഞ്ചി മിഠായിയും നമ്മുടെ ഇഞ്ചി സ്ക്വാഷും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം. ഫോട്ടോസൊക്കെ അയച്ചു തരാം ഫേസ്ബുക്ക് വഴിയായിട്ട്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താണ് സംഭവം? നിഞ്ച നിഞ്ച ചോറ് തിന്നുന്ന നിഞ്ച. മുഖം കാണുന്നില്ല കുട്ടിയുടെ. പേടിയാണോ കണ്ടിട്ട്? ആ പാന്റ് ഇതൊക്കെ തന്നെ മുകളിലേക്ക് വെച്ചേ. താഴെ വിട്ടേക്കുന്നത് കിട്ടുന്നതല്ല. ഒന്ന് ചവിട്ടി കസേരയുടെ മുകളിലേക്ക് എടുത്ത് പോയി നടക്കാൻ പറ്റുണ്ടോ ആയുഷ്? ഇതൊക്കെ ഇട്ടിട്ട് അച്ഛന്റെ ഷൂ അല്ലേ. Ninja need to fly, not like this. How come? Hey, കാലിന്റെ ബാക്കിലോട്ട് പോയില്ല. Are you able to breathe? I can breathe. There's a lot of gap right here and I can breathe my nose. വേഗം കഴിക്കി. Can I see myself in the mirror? തട്ടി മറിച്ച് വീഴണ്ട.